أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ശ്രോതാക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ മാഹിർ അൽ മുഅഖിലി ചർച്ചക്കെടുത്തതായ വിഷയം റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹുവിന്റെ അസ്മാകളിൽ നിന്നിട്ടും സിഫാത്തുകളിൽ നിന്നിട്ടും ഒരു സിഫത്തിനെ പ്രത്യേകം എടുത്തുകൊണ്ട് ചർച്ച ചെയ്യുകയായിരുന്നു. വദൂദി എന്ന സിഫത്തിനെ. അതെ, അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് ആദ്യമായിട്ട് അള്ളാഹുവിന്റെ കഴിവ് കൽപ്പ് പഠിക്കുക. അള്ളാഹു ഖുർആനിൽ ആദ്യമായി ഇറക്കിയതായ ആയത്തിലൂടെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന് കൽപ്പിച്ചപ്പോൾ നിന്റെ റബ്ബിന്റെ നാഥന്റെ പേര് കൊണ്ട് നീ വായിക്കുക എന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന വന്നത്. അതുകൊണ്ട് തന്നെ നാം അഥവാ ഷിട്ടികൾ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ അള്ളാഹുവിന്റെ നാമം, അള്ളാഹുവിന്റെ സിഫാത്തുകൾ, അള്ളാഹുവിന്റെ അഫ്ആലുകൾ, അള്ളാഹുവിന്റെ സിഫാത്തുകളും നാമങ്ങളും നാം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ അള്ളാഹുവിന്റെ കഴിവ് കൽപ്പിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നതാണ്. അവനെക്കുറിച്ചുള്ള വിവരം നമുക്കുണ്ടാവാൻ വേണ്ടി തന്നെയാണ് അള്ളാഹുവിന്റെ സിഫാത്തുകൾ അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ വളരെ പരത്തി നിരത്തി പറഞ്ഞത്, പല സന്ദർഭങ്ങളിലായിട്ട്, പല ഘട്ടങ്ങളിലായിട്ട്. അതെ, ഒരു മനുഷ്യൻ അവന്റെ നാഥനെ പഠിക്കാൻ സാധിച്ചാൽ, അവന്റെ നാഥനായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹുവിന്റെ കഴിവ് കൽപ്പനെ അറിയാനും ഉൾക്കൊള്ളാനും സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവനിൽ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കാൻ അത് സഹായിക്കും. അവന്റെ ഈമാനിന്റെ കെട്ടുറപ്പുള്ള ഈമാനാക്കി മാറ്റാൻ അവനെ സഹായിക്കും. അവൻ ചെയ്യുന്നതായ അമലുകളിൽ അവന് ആസ്വാദനമുണ്ടാകും. അവൻ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ ആസ്വാദനമുണ്ടാകും. അപ്രകാരം തന്നെ അവൻ അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിക്കുന്നതിനോട് വെറുപ്പും അറുപ്പും അവനിൽ ഉടലെടുക്കുകയും ചെയ്യും. ഇതെല്ലാം ഉണ്ടാവാൻ വേണ്ടിയാണ് മക്ക ഇമാമ് തുടക്കത്തിൽ തന്നെ അള്ളാഹുവിനെ പഠിക്കണം, അള്ളാഹുവിന്റെ അളമത്തിനെ, അള്ളാഹുവിന്റെ ആ കഴിവിനെ, കൽപ്പനെ, അള്ളാഹുവിന്റെ ഹൈമനത്തിനെ നാം പഠിക്കണം, മനസ്സിലാക്കണം എന്ന് പറയാൻ കാരണം അത് അള്ളാഹു സുബ്ഹാനഹു തആലന്റെ കഴിവ് കൽപ്പ് ഒരാൾ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആദ്യമായിട്ട് അത് പ്രകടമാകൽ തൗഹീദിലൂടെയാണ്. അവന് മാത്രമായിരിക്കണം ആരാധന, അവന് മാത്രമായിരിക്കണം, അവനോട് മാത്രമായിരിക്കണം പ്രാർത്ഥന എന്ന ഹുനഫാ ലില്ലാഹി മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹുവിന് മാത്രം എന്നതായ ആ ഇഖ്ലാസോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിന് ചെയ്യുന്നതായ ആരാധനകളിൽ ആരെയും പങ്കു ചേർക്കാതെ, ആരെയും ശിർക്ക് വെക്കാതെ അള്ളാഹുവിന് മാത്രമാക്കുക എന്നതായ ആ ദീനുൽ ഹനീഫിയ എന്ന ആ ദീനിന്റെ ഉടമയായി മാറാൻ അവനെ സഹായിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിലൂടെ അദ്ദേഹം വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ എന്ന് പ്രത്യേകം അവരുടെ പ്രത്യേകത പറഞ്ഞപ്പോൾ അത് ഊന്നി പറയാൻ കാരണം അവരെ പിൻപറ്റുവാനും അവരെ തുടരുവാനും അവരുടെ മില്ലത്തിനെ പിൻപറ്റുവാനും അവരിൽ മാതൃക കണ്ടെത്തുവാനും ഖുർആൻ പലയിടങ്ങളിൽ സംസാരിച്ചപ്പോൾ ആ മഹാനായ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പ്രത്യേകതയെക്കുറിച്ച് പറഞ്ഞതാണ്. അവർ ആത്മാർത്ഥമായി അള്ളാഹുവിനെ സ്നേഹിച്ച, ആത്മാർത്ഥമായി അള്ളാഹുവിനെ ആരാധിച്ച, ആത്മാർത്ഥമായി അള്ളാഹുവിന് അവന്റെ ദീനിനെ അള്ളാഹുവിന് വേണ്ടി സ്ഥാപിച്ചതായ ഒരു മഹാനേതൃത്വമായിരുന്നു എന്ന് നമുക്ക് പരിചയപ്പെടുത്തി തന്നു. അതെ, അള്ളാഹുവിന്റെ കഴിവ് കൽപ്പനെ പഠിക്കുക, ഗ്രഹിക്കുക, മനസ്സിലാക്കുക എന്നതായ കാര്യത്തിൽ ഇന്ന് ലോകത്തിൽ ബഹുഭൂരിപക്ഷം പിന്നിലാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് തന്നെയാണ് അവര് അള്ളാഹുവിനെ തൊട്ട് ദൂരപ്പെടുവാനും അള്ളാഹുവിന്റെ മതത്തെ തൊട്ട് ബഹുഭൂരിപക്ഷം ദൂരപ്പെടുവാനും അള്ളാഹുവിന്റെ ക്രോധവും കോപവും ശാപവും ഇറങ്ങുവാനും ഒക്കെ കാരണമായി തീർന്നത്. അതെ, അള്ളാഹുവിലേക്ക് ജനങ്ങൾ അടുക്കുക എന്നത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സിഫത്തുകൾ, അഫ്ആലുകൾ, പ്രത്യേകതകൾ, ബഹുമതികൾ അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് അടുക്കുവാനും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കഴിവ് കൽപ്പ് മനസ്സിലാക്കി കഴിയുമ്പോൾ അള്ളാഹുവിനോടുള്ളതായ സ്നേഹം വർദ്ധിച്ചു വരുന്നതും ആയിരിക്കും, സംശയമേ ഇല്ല. അതെ, അള്ളാഹുവിന്റെ സിഫത്തുകളിൽപ്പെട്ട ഒരു സിഫത്താണ് അൽ വദൂദി എന്നതായ സിഫത്ത്. അള്ളാഹു സുബ്ഹാനഹു തആല
അവന്റെ ഷിട്ടികളെ സ്നേഹിക്കുന്നു എന്നതായ ഒരു സിഫത്ത്. എന്താണ് ആ വാക്കിന്റെ അർത്ഥം തന്നെ കേൾക്കുമ്പോൾ നമുക്ക് സ്നേഹവും അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നെന്ന് പറയുമ്പോൾ, ഷിട്ടികളെ സ്നേഹിക്കുന്നവനെന്ന് പറയുമ്പോൾ നാം അള്ളാഹു സ്നേഹിച്ചവരിൽ പെടട്ടെ എന്ന് നമുക്ക് ബോധി തോന്നുകയില്ലേ? നമുക്ക് ആഗ്രഹം ഉണ്ടാവുകയില്ലേ? തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ സിഫാത്തുകൾ അത് 99ഓളം ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നതായിട്ട് കാണാം. അള്ളാഹുവിന് 99ഓളം അസ്മാകളുണ്ട്. ആ അസ്മാകളെ കുറിച്ച് റസൂൽ പറയുന്നു, മൻ അഹ്സാഹാ ദഖലൽ ജന്ന. അതിനെ കൃത്യമായി ഒരാൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ, അത് ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും, അവൻ സ്വർഗത്തിൽ കടന്നവനായി മാറും എന്ന് റസൂലുള്ളാഹി പറയാൻ കാരണം തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അസ്മാകളെ ഒരാൾ പഠിച്ചു കഴിയുമ്പോൾ അതിലൂടെ അവനെ അള്ളാഹുവിനെ ആരാധിക്കുവാനും അള്ളാഹുവിന്റെ കൽപ്പന പാലിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന ധിക്കരിക്കാതിരിക്കുവാനും അള്ളാഹുവിന് പരിപൂർണമായി ആ മുസ്ലിം എന്ന നാമം അഥവാ അനുസരണശീലൻ എന്ന നാമത്തിന് അർഹനായി മാറുവാനും അതവനെ സഹായിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദാത്തുൽ അലിയയെ, അവന്റെ ഉയർന്നതായ ആ ദാത്തിനെ മദ്ഹ് പറഞ്ഞതായ സന്ദർഭത്തിൽ അള്ളാഹു തന്നെ ഖുർആനിൽ പറയുകയാണ്, വഹുവൽ ഗഫൂറുൽ വദൂദ് ദുൽ അർശിൽ മജീദ് ഫഅാലുൽ ലിമാ യുരീദ്. അവൻ ഗഫൂറാണ്, അങ്ങേയറ്റം മാഫി ചെയ്തു കൊടുക്കുന്ന ആളാണ്. അവൻ വദൂദാണ്, അങ്ങേയറ്റം ഷിട്ടികളെ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, കൃപ ചെയ്യുന്ന, അനുഗ്രഹിക്കുന്നതായ മഹാശക്തനാണ് എന്ന്. അതെ, അങ്ങനെയുള്ളതായ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുവിന്റെ ഉദ്ദിനെ നാം നേടിയെടുക്കാൻ നാം പരിശ്രമിക്കണം. അപ്പോൾ നാം പരിശ്രമിക്കുന്ന പരിശ്രമത്തിൽ കൂടി മാത്രമാണ് അള്ളാഹുവിന്റെ ഉദ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക. നമ്മുടെ അമലിലൂടെ, നമ്മുടെ പ്രവർത്തനത്തിലൂടെ, നമ്മുടെ കെട്ടുറപ്പുള്ളതായ ആ വിശ്വാസത്തിലൂടെ ആയിരിക്കണം നാം അള്ളാഹുവിന്റെ ഉദ്ദിനെ, അള്ളാഹുവിന്റെ സ്നേഹത്തെ നാം കരഗതമാക്കാൻ വേണ്ടി പാടുപെടേണ്ടത്. മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം സമൂഹത്തോട് പറഞ്ഞു, ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി. നിങ്ങൾ നിങ്ങളുടെ നാഥനോട് മാഫിന് ചോദിക്കുക, പൊറുക്കലിനെ ചോദിക്കുക, നിങ്ങൾ പാശ്ചാത്തപിക്കുക, നിങ്ങൾ ഖേദിച്ചു മടങ്ങുക. ഇന്ന റബ്ബി റഹീമുൻ വദൂദ്. എന്റെ നാഥൻ അങ്ങേയറ്റം അനുഗ്രഹിക്കുന്ന ആളും അങ്ങേയറ്റം അടിമകളെ സ്നേഹിക്കുന്ന ആളുമാണ് എന്ന്. അതെ, ഉദ് എന്നതായ ആ സിഫത്ത് അത് ഗ്രഹിക്കേണ്ടതുപോലെ ഒരാൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് മനസ്സിലാക്കാൻ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മഹബത്തിൽ കൂടുതലുള്ളതായ ഒരു ഭാഗമാണ്. സ്നേഹം മാത്രമല്ല, ഉദ് എന്ന് പറയുന്നത് മഹബത്തിനേക്കാളും കൂടുതൽ മാനയുള്ളതായ ഒന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഷിട്ടികളെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ മഹബത്ത് ഷിട്ടികളെ മഹബത്ത് പോലെയല്ല. ആ മഹബത്ത് കൊണ്ട് തന്നെയാണ് ഈ ലോകത്തെ ഷിട്ടിക്കപ്പെട്ടത്. സഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി ജമീഅ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. ആകാശങ്ങളിലുള്ളതിനെയും ഭൂമിയിലുള്ളതിനെയും എല്ലാം നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വെളിപ്പെടുത്തി തന്നു, കീഴ്പ്പെടുത്തി തന്നു. ഇതിൽ ചിന്തിക്കുന്നവർക്ക് ധാരാളം ചിന്തിക്കാനുണ്ട് എന്ന് അള്ളാഹു പറയുകയുണ്ടായി. അങ്ങനെയുള്ളതായ ആ അള്ളാഹുവിന്റെ ഷിട്ടിപ്പ് ആ സകലം ഷിട്ടികളുടെ നന്മക്ക് വേണ്ടിയാണ്. ഖലഖലക്കും മാ ഫിൽ അർദി ജമീഅ. ഭൂമിയിലുള്ളത് സർവ്വതും നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സൃഷ്ടിച്ചത് എന്ന് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു പറയുകയാണ്. അപ്പോൾ അവന്റെ ലുത്ഫ് കൊണ്ട്, അവന്റെ അനുഗ്രഹം കൊണ്ട്, അവന്റെ വുദ് കൊണ്ട്, അവന്റെ റഹ്മത്ത് കൊണ്ട് അവന്റെ ഷിട്ടികൾക്ക് അവൻ നൽകേണ്ടതായ നിഅമത്തുകളെ ആകാശത്തിൽ നിന്നിട്ട് ഫിസ് സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ. നിങ്ങളുടെ ഭക്ഷണം ആകാശത്തിൽ നിന്നിട്ട് ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ ആകാശത്തിൽ തന്നെയാണ് നിങ്ങളോട് വാഗ്ദാനം ചെയ്തപ്പെട്ടത് മുഴുവനും ഉള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അവന്റെ അള്ളാഹുവിന്റെ കറമ്, അടിമകളോടുള്ളതായ ആ ഉദ്, ആ സ്നേഹം അത് പ്രകടമാകുന്നതിന്റെ പ്രധാനപ്പെട്ട ശൈലിയാണ്, രൂപമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവൻ ഈ മതത്തെ ഇറക്കി എന്നത്. ഈ മതം അള്ളാഹുവിന്റെ മഹാനിഅമത്താണ്. ഷിട്ടികൾക്ക് ചെയ്തതായ നിഅമത്തുകളിൽ ഏറ്റവും ഉന്നതയിൽ നിൽക്കുന്ന, ഏറ്റവും ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുന്നതായ ഒരു മഹാനിഅമത്താണ് അള്ളാഹു നമുക്ക് ഈ മതത്തെ ഇറക്കി എന്നത്. ഈ മതത്തെ ഇറക്കാൻ ആരംഭിച്ചത് മഹാനായ ആദം അലൈഹിസ്സലാമിലൂടെയാണ്. അവിടെ മുതൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഈ മതത്തെ പരിപൂർണമാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അറഫയിൽ വെച്ചിട്ട് ഇറക്കിയത്, നമുക്കറിയാവുന്നത് പോലെ. അപ്പോൾ ആ മതത്തെ ഇറക്കുക എന്നതും ആ മതത്തെ ഇറക്കലിലൂടെ അടിമകളോടുള്ളതായ സ്നേഹം സ്ഥാപിക്കുക എന്നതും നമുക്കറിയാവുന്ന ഒരു പച്ചപ്രമാർത്ഥവും യാഥാർത്ഥ്യവുമാണ്. അങ്ങനെയുള്ളതായ ആ ഉദ് അള്ളാഹു ഭൂമിയിൽ ഷിട്ടികളെ ഇറക്കിയിടം മുതൽ, ആദം അലൈഹി ഇസ്ലാമിനെ ഇറക്കിയിടം മുതൽ അള്ളാഹുവിന്റെ ഉദ് ഇവിടെ വ്യാപകമാകാൻ വേണ്ടി ആരംഭിച്ചതാണ്. ആ സ്നേഹം വ്യാപകമാകാൻ വേണ്ടി ആരംഭിച്ചതാണ്. ആ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ഷിട്ടികളോട് ആവശ്യപ്പെടുന്നത് എന്താണ്? നിങ്ങൾ എനിക്ക് ദിക്ർ ചെല്ലണം, നിങ്ങൾ എന്നെ സ്മരിക്കണം, നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്യണം, നിങ്ങൾ എനിക്ക് നന്ദി പ്രകടിപ്പിക്കണം. അപ്പോൾ ഷിട്ടികൾ നിന്നിട്ട് അള്ളാഹുവിന് ആവശ്യമുള്ളത് എന്താണ്? അമലിലൂടെ
അമലിലൂടെ, പ്രവർത്തനത്തിലൂടെ. ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ വഅമലു ആല ദാവൂദ ശുക്ര, ദാവൂദിന്റെ സമൂഹമേ നിങ്ങൾ അള്ളാഹുവിന് ശുക്ർ അമൽ ചെയ്യലിലൂടെ പ്രകടിപ്പിക്കുക എന്നതാണ്. അപ്പോൾ അമലിലൂടെയാണ് നമ്മിൽ നിന്നിട്ട്, നമ്മുടെ ഭാഗത്തിൽ നിന്നിട്ടുള്ളതായ ആ ശുക്ർ നാം സ്ഥാപിക്കേണ്ടത്. നമ്മുടെ ഉദ്, നാം അള്ളാഹുവിനോടുള്ളതായ മഹബത്ത്, അള്ളാഹുവിനോടുള്ളതായ സ്നേഹം അള്ളാഹുവിനെ ദിക്ർ ചൊല്ലലിലൂടെയും അള്ളാഹു ശുക്ർ ചെയ്യലിലൂടെയും ആണ് എന്നത് ഖുർആൻ തന്നെ കൽപ്പിച്ച കൽപ്പനയിൽപ്പെട്ടതാണ്. ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങൾ എന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുക, എന്നെ ഓർത്തുകൊണ്ടിരിക്കുക, ഞാൻ നിങ്ങളെ സ്മരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് നന്ദി പ്രകടിപ്പിക്കുക, നിങ്ങൾ നന്ദി കേട് കാട്ടരുത് എന്ന് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശാലമായ ഉദ്ദിന്റെ ഒരു അടയാളമാണ് നമുക്ക് അല്ലാഹു തൗബയുടെ വാതിൽ തുറന്നു തന്നു എന്നത്. ഇവിടെ സൃഷ്ടികളായ നമ്മെ സൃഷ്ടിച്ചപ്പോൾ റസൂലുള്ളാഹി പറയുന്നത് പോലെ കുല്ലു ബനി ആദമ ഖത്താ ഖൈറുൽ ഖത്താഇന തവ്വാബൂൻ എന്ന് റസൂലുള്ളാഹിയുടെ പ്രവചനം നമുക്ക് കേട്ട് പരിചയമുള്ളതാണ്. ഇവിടെയുള്ളതായ സൃഷ്ടികൾ ആസകലം, ആദമിന്റെ സന്തതികൾ ആസകലം പിഴവ് വന്നുകൊണ്ടേ ഇരിക്കുന്നവരാണ്. ആരാണ് അവരിൽ നിന്നിട്ട് ഉത്തമർ? അത്തവ്വാബൂൻ, പാശ്ചാത്തപിക്കുന്നവരാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പാശ്ചാത്താപത്തിന്റെ വാതിൽ തുറന്നു തന്നതുകൊണ്ടാണല്ലോ നാം ചെയ്തു പോകുന്നതായ പരാക്രമവും അനീതിയും അക്രമവും തോന്നിവാസവും തെറ്റും അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിക്കലും അതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ വെച്ചിട്ട് തന്നെ നമുക്ക് തൗബയുടെ പശ്ചാത്തപത്തിന്റെ കവാടം തുറന്നു തന്നു. എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിനോട് മാഫിന് ചോദിക്കാൻ വേണ്ടിയാണ്. അത് അള്ളാഹുവിന്റെ ഉദ്ദിന്റെ ഒരു മഹാഭാഗമാണ്. നമുക്ക് അള്ളാഹു നമ്മളോട് കൽപ്പിച്ച കൽപ്പനയാണ്. ഖുൽ, മുഹമ്മദ് നബിയെ നിങ്ങൾ പറയുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. അള്ളാഹുവിന്റെ വാക്കാണത്. എന്റെ അടിമകളെ, ഏതടിമകൾ ശരീരത്തെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്ന, ഇസ്രാഫ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന, കൽപ്പനകൾ അള്ളാഹുവിന്റെ ധിക്കരിച്ചുകൊണ്ടേയിരിക്കുന്ന അടിമകളെ അള്ളാഹു വിളിക്കുന്നത് എന്റെ അടിമകളെ എന്നാണ്. അള്ളാഹു തെറ്റ് ചെയ്തിട്ടും അവരെ എന്റെ അടിമകളെ എന്ന ഓമന പേര് കൊണ്ട് വിളിക്കാതിരുന്നില്ല. അവന്റെ ഉദ്ദിന്റെ ഒരു ഭാഗമാണത്, അവന്റെ സ്നേഹത്തിന്റെ ഒരു ഭാഗമാണത്. യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം എന്നിട്ട് എന്താണ് പറയുന്നത്? ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. എന്റെ അനുഗ്രഹത്തിൽ നിന്നിട്ട് നിങ്ങൾ ആശമൊഴിഞ്ഞു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വ പാപങ്ങളും പുറത്തു തരുന്നതാണ്. ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അവൻ പുറത്തു തരുന്ന ആളാണ്, അങ്ങേയറ്റം പുറത്തു തരുന്ന ആളാണ്, അങ്ങേയറ്റം അനുഗ്രഹിക്കുന്ന ആളാണ്, അങ്ങേയറ്റം ഉദ് സ്നേഹം നിങ്ങളിൽ സ്ഥാപിക്കുന്നതായ മഹാശക്തിയാണ് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മിൽ നിന്നിട്ട് കയറേണ്ടത് ഖൈറാണ്. അള്ളാഹുവിന്റെ ഖൈർ നമുക്ക് ആകാശത്തിൽ നിന്നിട്ട് ഇറങ്ങും പോലെ. നേരെ മറിച്ചല്ല. മക്ക ഇമാം പറയുന്നു, അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ടുള്ളതായ ഖൈർ നമുക്ക് ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു, നമ്മിൽ നിന്നിട്ട് ഷർറാണ് ബഹുഭൂരിഭാഗം കയറിക്കൊണ്ടേയിരിക്കുന്നത്. നാം ആപേക്ഷികമായി നോക്കുകയാണെങ്കിൽ ഇവിടെ ശക്തികളിൽ നിന്നിട്ട് ദൈനംദിനം അല്ല, ഓരോ നിമിഷത്തിൽ, ഓരോ മണിക്കൂറുകളിൽ, ഓരോ ദിവസങ്ങളിൽ, ഓരോ മാസങ്ങളിൽ, ഓരോ ആഴ്ചകളിൽ എല്ലാം എന്താണ് സംഭവിക്കുന്നത്? ആകാശത്തിലേക്ക് ബഹുഭൂരിപക്ഷത്തിന്റെ നന്ദി കേടാണ് ഉയർന്നുകൊണ്ടേയിരിക്കുന്നത്. അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ടാണെങ്കിൽ മഴ ഇങ്ങനെ വർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. നാം ഈ ദിവസത്തിൽ മഴകൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹമാണല്ലോ മഴ. അതുപോലെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ വർഷിക്കുന്നു. അള്ളാഹുവിന്റെ ഉദ് എന്ന ആ സ്നേഹം, ഇവിടെ അടിമകളോടുള്ളതായ സ്നേഹം സ്ഥാപിക്കുന്നതായ അതിനുള്ള എല്ലാ അടയാളങ്ങളും ഇവിടെ പ്രകടമായി നാം കണ്ടുകൊണ്ടേയിരിക്കുന്നു. നാം അത് അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു, നാം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. നേരെ മറിച്ച് നമ്മിൽ നിന്നിട്ട് കയറുന്നത് എന്താണ്? നമ്മുടെ ഭാഗത്തിൽ നിന്നിട്ട്, ഷിട്ടുകളുടെ ഭാഗത്തിൽ നിന്നിട്ട് കയറുന്നത് എന്താണ്? തെറ്റായ ഭാഗങ്ങൾ, കൽപ്പന ധിക്കരിക്കലുകൾ, നന്ദി കേട്. അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കുന്നതിന് പകരം അള്ളാഹു ഖുർആനിലൂടെ നൂറുകണക്കിൽ പ്രാവശ്യം അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്, അള്ളാഹുവിനെ മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്, അള്ളാഹുവിന് മാത്രമാണ് ഇവിടെ നിന്ന് ആരാധനകളുടെ എല്ലാ ഇനങ്ങളും കയറേണ്ടത്. അതിൽ ഷിട്ടികളെ ആരെയും നിങ്ങൾ പങ്കുചേർക്കരുത് എന്ന് അള്ളാഹു പല ശൈലിയിൽ, പല രൂപത്തിൽ ഖുർആനിലൂടെ തീർത്ത് പറഞ്ഞതോടൊപ്പം അതിനെയെല്ലാം ധിക്കരിച്ചുകൊണ്ട്, അതിനെയെല്ലാം കൂട്ടാക്കാതെ, അതിനെയെല്ലാം കണക്കിലെടുക്കാതെ നമ്മിൽ നിന്നിട്ട് തെറ്റുകൾ ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുന്നു. നാം പലരും നമ്മുടെ കൂട്ടത്തിൽ നിന്നിട്ട് അറിവില്ലാത്തവര് അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്നേഹത്തിലൂടെ അള്ളാഹുവിന് ആരാധനകൾ സമർപ്പിക്കുന്നു. അതോടൊപ്പം അള്ളാഹുവിന് സമർപ്പിക്കുന്നതായ ആരാധനകളിൽ ശക്തികളെ പങ്കുചേർക്കുകയും ചെയ്യുന്നു. ഒന്നിരിക്കലോ വലിയ ശിർക്ക് അല്ലെങ്കിൽ ചെറിയ ശിർക്ക്. വലിയ ശിർക്ക് അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവിനോട് കൂടെ വിളിച്ച് പ്രാർത്ഥിക്കൽ, അവർക്ക് നേർച്ചയാക്കൽ, അവർക്ക് അറക്കൽ, അവർ അള്ളാഹുവിനെ സ്നേഹിക്കും പോലെ സ്നേഹിക്കൽ ആരാധനയാകുന്ന സ്നേഹം, അള്ളാഹുവിനെ ഭയപ്പെടും പോലെ ഭയപ്പെടൽ ആരാധനയാകുന്ന ഭയപ്പെടൽ. അങ്ങനെയുള്ളതായ മഹാശിർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ചെറിയ ശിർക്കുകളിലൂടെയും അള്ളാഹുവിനോട് മല്ലിടുന്നു, മത്സരിക്കുന്നു ബഹുഭൂരിപക്ഷം ശക്തികൾ. അത് അങ്ങനെയുള്ള ചെറിയ ശിർക്കിൽപ്പെട്ടതാണ് റിയാ എന്ന ലോകമാന്യം. അങ്ങനെ അള്ളാഹുലേക്ക് നമ്മിൽ നിന്നിട്ട് കയറുന്നത് എന്താണ്?
അള്ളാഹു ഉദ്ദേശിച്ചതല്ല, അഥവാ അള്ളാഹു ആഗ്രഹിച്ചതല്ല. അള്ളാഹു ആണെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് തെറ്റ് ചെയ്തവരെയും ചെയ്യാത്തവരെയും സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. ഹലീമാണവൻ, സിത്തീറാണവൻ, അവൻ അങ്ങേയറ്റം ക്ഷമ കൈകൊള്ളുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അവൻ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു നിങ്ങളെ ഞാൻ കേൾപ്പിച്ചതുപോലെ ആദ്യം കേൾപ്പിച്ചതായ ആയത്തിൽ നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല മാടി വിളിച്ചുകൊണ്ട് തൗബ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അതവന്റെ ഉദ്ദിന്റെ ഒരു ഭാഗമാണ്. അവന്റെ സ്നേഹം ഒദൂദാണ്, അവൻ ഒദൂദാണ് എന്നത് പ്രാക്ടിക്കലായി നമ്മുടെ മുമ്പിൽ സ്ഥാപിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ദൈനംദിനം. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ പറയുന്നു, യബ്സുദു യദഹു ബിൽ ലൈലി, രാത്രിയിൽ അവന്റെ കൈ അവന് വിടർത്തുന്നു. എന്തിനാണ്? ലിയതൂബ മുസിഅൻ നഹാർ, പകൽ തെറ്റ് ചെയ്താൽ രാത്രി തൗബ ചെയ്യാൻ വേണ്ടി. നേരെ മറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൈയിനെ പകൽ വിടർത്തുന്നു. എന്തിനാണ്? രാത്രി തെറ്റ് ചെയ്തവർ പാശ്ചാത്തപിക്കാൻ വേണ്ടി. അവർ രാത്രിയും പകലുമായിട്ട് അവന്റെ കൈ വിടർത്തി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു സൃഷ്ടികളോട്, ചെയ്യൂ തൗബ, വരൂ എന്നിലേക്ക് എന്റെ കൽപ്പനകൾ സ്വീകരിച്ചുകൊണ്ട് എന്ന് അള്ളാഹു മാടി വിളിക്കുകയാണ്. വിശുദ്ധ ഫുർഖാൻ അലീമിൽ അള്ളാഹ് മാടി വിളിക്കുന്നതായ വാക്കുകളൊക്കെ പല തവണയായിട്ട് നമ്മളോട് സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹ അസ്സമാവാതു വൽ അർള്, നിങ്ങൾ അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക്, അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതി കൂട്ടി വരൂ, നിങ്ങൾ പെട്ടെന്ന് ഓടി വരൂ എന്ന് മാടി വിളിക്കുകയാണ്. ഇതൊന്നും കൂട്ടാക്കാതെ ധിക്കരിക്കുന്നവരും, ഇതൊന്നും കൂട്ടാക്കാതെ ശിർക്ക് ചെയ്യുന്നവരും, ഇതൊന്നും കൂട്ടാക്കാതെ അള്ളാഹുവിന്റെ വാതിലിലേക്ക്, ആ വിശാലമായ തൗബയുടെ വാതിലിലേക്ക് ചെല്ലുന്നതിന് പകരം ഷിട്ടുകളുടെ വാതിലുകളിലേക്ക്, ഖബറാളികളുടെ വാതിലുകളിലേക്ക്, അങ്ങനെ പല അള്ളാഹു അല്ലാത്ത അള്ളാഹുവിന്റെ ഷിട്ടുകളുടെ അടുക്കലിലേക്ക് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കൈപൊക്കുന്നവരും, അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരും, അള്ളാഹുവിനെ വിലവെക്കാതിരിക്കുന്നവരും ബഹുഭൂരിപക്ഷത്തിൽപ്പെട്ടവരാണ് ഇന്നത്തെ യുഗത്തിൽ നമുക്കറിയാവുന്നതുപോലെ. അതൊക്കെ നാം ഈ വദൂദി എന്നതായ പദം നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. രാത്രിയുടെ അവസാനത്തെ ഭാഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഷിട്ടികൾക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി അവന്റെ ദാത്തിനോട്, അളമത്തിനോട് യോജിച്ച രൂപത്തിലുള്ളതായ ഇറക്കം ഒന്നാൻ ആകാശത്തിലേക്ക് ഇറങ്ങും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഷിട്ടികളോട് ചോദിക്കും, മയ്യദഊനി ഫാസ്തജീബു ല, ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ, അവന്റെ പ്രാർത്ഥന ഞാൻ സ്വീകരിക്കട്ടെ. ഒമൻ യസ്അലുനി ഫഅഉതിയ, എന്നോട് ചോദിക്കുന്ന ആൾ ആരുണ്ട്, അവന്റെ ചോദ്യത്തിന് ഞാൻ മറുപടി നൽകട്ടെ. ഒമൻ യസ്തഗ്ഫിർ ലി ഫഗ്ഫിർ ല, എന്നോട് പൊറുക്കൽ ചോദിക്കുന്ന ആൾ ആരുണ്ട്, അവന് ഞാൻ മാഫി ചെയ്തു കൊടുക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ദൈനംദിനം ഓരോ ദിവസത്തിലും രാത്രി അവസാനത്തെ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്ന് നമ്മുടെ കണ്ണിലുണ്ണിയായ, എന്റെ മുമ്പിൽ വിശുദ്ധ മദീനയിൽ അന്ത്യവിഷമം കൊള്ളുന്നവരായ നമ്മുടെ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സന്തോഷവാർത്ത നൽകുന്നു. അത് അല്ലാഹു റഹീമാണ്, അല്ലാഹു വദൂദാണ് എന്നതിലേക്ക് നമുക്ക് തുറിച്ച തെളിവ് നമ്മുടെ മുമ്പിൽ സ്ഥാപിക്കുകയാണ്. അള്ളാഹുവിന്റെ ആ ആവശ്യത്തിലൂടെ, ആ കൽപ്പനയിലൂടെ, ആ പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ളതായ നമ്മെ മാടി വിളിക്കലിലൂടെ എന്ന് നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണെങ്കിൽ അവന്റെ ഷിട്ടികളുടെ ആവശ്യമില്ല. അവൻ ഗനിയാണ്, അവൻ ഐശ്വര്യവാനാണ്. ഷിട്ടികൾക്കാണ് അവനിലേക്ക് ആവശ്യം. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കുകയാണ് നമുക്ക് വേണ്ടി. റഹ്മത്തി വസിഅത് കുല്ല ഷൈ, എന്റെ അനുഗ്രഹം എല്ലാറ്റിലും എല്ലായിടങ്ങളിലും എപ്പോഴും വ്യാപകമാണ്, വിശാലമാണ് എന്ന് അല്ലാഹു പറയുന്നു. റഹ്മത്തി വസിഅത് കുല്ല ഷൈഇൻ. പക്ഷേ ആ റഹ്മത്ത് ദുനിയാവിൽ അങ്ങനെയാണ്. ദുനിയാവിൽ ഇവിടെ എല്ലാ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചവർക്കും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചവർക്കും, അള്ളാഹുവിനോട് കൂടെ പങ്കു ചേർത്തവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ഒരുപോലെ എന്ത് ചെയ്യുന്നു? അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹത്തെ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു അവന്റെ അടിമകൾ. എന്നിട്ട് ആ അവന്റെ അടിമകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് മടങ്ങാനുള്ളതായ, അവരിലേക്ക് തൗബ ചെയ്യാനുള്ളതായ എല്ലാ വാതിലുകൾ തുറന്നു വെച്ചുകൊണ്ട് അതിനുവേണ്ടി അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല മാടി വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നതോടൊപ്പം അള്ളാഹു പറയുന്നു, എന്റെ റഹ്മത്ത് വസിഅത് കുല്ല ഷൈഇൻ, എല്ലാറ്റിലും വ്യാപകമാണ്, എല്ലാറ്റിലും എന്റെ അനുഗ്രഹം വ്യാപകമാണ്. പക്ഷേ ഫസഅക്തുബുഹ, അതിൽ ഞാൻ അവസാനം എഴുതൽ ആർക്കായിരിക്കും? പരലോകത്തിൽ ലില്ലദീന യത്തഖൂന, മുത്തഖീങ്ങൾക്ക് മാത്രമാണ് പരലോകത്തിൽ ഈ അനുഗ്രഹത്തെ കുറിക്കുക, ഈ ഉദ്ദിനെ സ്ഥാപിക്കുക, ഈ റഹ്മത്തിനെ സ്ഥാപിക്കുക. വസിഅത് കുല്ല ഷൈഇൻ ഫസഅക്തുബുഹ ലില്ലദീന യത്തഖൂന വയുതൂന സകാത്ത, സകാത്ത് കൊടുക്കുന്നവർക്കും വല്ലദീന ഹും ബിആയാതിനാ യുമിനൂൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ കെട്ടുറപ്പുള്ള വിശ്വാസമുള്ളവരുമായ സത്യവിശ്വാസികൾക്ക് മാത്രമാണ് ഈ വദൂദി എന്നതായ ആ സിഫത്ത് കൊണ്ട്, അള്ളാഹുവിന്റെ ആ പ്രത്യേകത കൊണ്ട്, അള്ളാഹുവിന്റെ ആ സിഫത്ത് കൊണ്ട് ആസ്വദിക്കാൻ പരലോകത്തിൽ സാധിക്കുകയുള്ളൂ. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ അവരെ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന വിഭാഗത്തിനെ കുറിച്ചും അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ കുറിച്ചും അള്ളാഹ് പറയുന്ന ഒരു ശൈലിയുണ്ട്, യുഹിബ്ബുഹും വയുഹിബ്ബൂന, അള്ളാഹു അവരെ സ്നേഹിക്കുന്നു, അവർ അള്ളാഹുവിനെയും സ്നേഹിക്കുന്നു. അപ്പോൾ നാം അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നതാണ് മുഖ്യം
ഇവിടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്നേഹിക്കൽ എപ്പോഴാണ്? നാം അള്ളാഹുവിനെ സ്നേഹിക്കുമ്പോൾ നമ്മിൽ നിന്നിട്ടാണ് ആദ്യം അള്ളാഹുവിനോടുള്ളതായ ഉടലെടുക്കേണ്ടത്. ആത്മാർത്ഥമായി ആ തൗഹീദ് ഹാരിസായ രൂപത്തിൽ തൗഹീദ് ഏകദൈവ വിശ്വാസം അള്ളാഹുവിന് മാത്രം എന്നതായ ആ ദീനിനെ സ്ഥാപിക്കുക, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, അള്ളാഹുവിന് മാത്രം ആരാധിക്കുക, ആരെയും അതിൽ പങ്കു ചേർക്കാതിരിക്കുക. ഈ തത്വം നമ്മിൽ നിന്നിട്ട് ആത്മാർത്ഥമായി ഉടലെടുത്ത് കഴിഞ്ഞാൽ അവിടെ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹുബ്ബ് അവിടെ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു, അവന്റെ ഉദ് അവിടെ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു, അത് ലഭിച്ചു കഴിഞ്ഞു, ഉറപ്പാണ്. പക്ഷേ അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ച നിബന്ധനയുണ്ട്. എന്താണത്? ഖുൽ നബിയെ അവരോട് പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ അനുസരിക്കുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ അനുസരിക്കലിലൂടെ മാത്രമാണ് നമ്മുടെ ആരാധനകൾ. നാം അള്ളാഹുവിന്റെ ഉദ് നേടിയെടുക്കാൻ വേണ്ടി എന്ത് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുവോ, നമസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, വ്യക്തി ജീവിതമാവട്ടെ, സാമൂഹിക ജീവിതമാവട്ടെ, സാമ്പത്തിക ജീവിതമാവട്ടെ, ഏത് ജീവിതത്തിന്റെ തുറകളിൽ അള്ളാഹുവിനോടുള്ള ഉദ് സ്ഥാപിക്കാൻ വേണ്ടി നാം മനക്കെടുമ്പോൾ അവിടെയെല്ലാം നാം ശ്രദ്ധിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെയാണോ, അവർ ചെയ്തതുപോലെയാണോ, അവർ കൽപ്പിച്ചതുപോലെയാണോ, അവരോടുള്ളതായ ഇത്തിബാ പരിപൂർണമായി എന്നിൽ നിന്നിട്ട് ഉടലെടുത്തിട്ടുണ്ടോ, ഞാൻ അത് ചെയ്യാറുണ്ടോ എന്നത് ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, എന്നെ നിങ്ങൾ അനുസരിക്കുക. എന്നാലാണ് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഉദ് നേടിയെടുക്കാൻ സാധിക്കുക, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ മഹബ്ബത്ത് നേടിയെടുക്കാൻ സാധിക്കുക. അപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി മാറാനുള്ള നിബന്ധന അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മളിലേക്ക് നിയോഗിച്ച നമ്മുടെ കണ്ണിലുണിയായ, എന്റെ മുമ്പിൽ ഇവിടെ മദീനയിൽ അന്ത്യവിശ്രമമുള്ളവരായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇത്തിബാ ഉണ്ടാവുക എന്നതാണ് എന്ന് ഖുർആൻ തീർത്ത് പറഞ്ഞതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നാം സ്നേഹിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്നേഹിക്കുമെന്നാണല്ലോ നാം പഠിച്ചത്. സഹീഹ് മുസ്ലിമിൽ പൊഴിച്ചിരുന്ന ഹദീസ് മക്ക ഇമാം ഉണർത്തുകയുണ്ടായി. അതെന്താണ്? സഹൽ ഇബ്നു അബി സാലിഹ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അദ്ദേഹം അറഫയിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഹജ്ജിന്റെ നേതൃത്വം വെച്ചുകൊണ്ട് ഹജ്ജിന് വന്നതായ വർഷമാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസിനെ കണ്ടപ്പോൾ ഹാജിമാര്, ഹജ്ജിന് വേണ്ടി വന്നവർ ആയിരക്കണക്കിന് ഹാജിമാര് അദ്ദേഹത്തിനെ കാണാനും അദ്ദേഹത്തിന് സലാം പറയുവാനും അദ്ദേഹത്തിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുവാനും അദ്ദേഹത്തിനോടുള്ള മഹബത്ത് സ്ഥാപിക്കുവാനും വേണ്ടിയിട്ട് തിരക്കും തിക്കും കൂടുന്ന കണ്ടപ്പോൾ അദ്ദേഹം പറയുകയാണ് വാപ്പയോട്, വാപ്പ, എനിക്ക് ഇദ്ദേഹത്തിനോട് ജനങ്ങൾ സ്നേഹിക്കുന്ന സ്നേഹം കണ്ടപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിനോട് ജനങ്ങൾക്ക് എന്തോ ഒരു സ്നേഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയത്തിൽ, ജനങ്ങളുടെ ഹൃദയത്തിൽ അദ്ദേഹത്തിനോട് മഹബത്തിട്ട് കൊടുത്തല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ വാപ്പ പറയുകയുണ്ടായി, മഹാനായ അബൂ ഹുറൈറ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഒരു അടിമയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ജിബ്രീലിനോട് പറയും, ജിബ്രീലേ, ഞാൻ എന്റെ ഇന്ന അടിമയെ സ്നേഹിച്ചു, അതുകൊണ്ട് നിങ്ങളും സ്നേഹിക്കുക. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ആ മലക്കുകളോട്, ആ വാനലോകത്തിലുള്ളതായ അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ മലക്കുകളോട് പ്രഖ്യാപിക്കുന്നതാണ്, ഇന്ന അടിമയെ അള്ളാഹ് സ്നേഹിച്ചത് കൊണ്ട് ഞാനും സ്നേഹിച്ചിട്ടുണ്ട്, നിങ്ങളും അദ്ദേഹത്തെ സ്നേഹിക്കുക. അപ്പോൾ അവരെല്ലാം ആ അടിമയെ സ്നേഹിക്കുന്നതും സ്നേഹിച്ചു എന്ന് പ്രഖ്യാപിക്കുന്നതുമാണ്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂൽ പറയുന്നു, ഈ നിങ്ങളെ ഞാൻ കേൾപ്പിക്കുന്ന ഹദീസിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വ്യക്തിയുടെ മഹബത്ത് ജനങ്ങളുടെ ഹൃദയത്തിൽ ഭൂമിയിൽ ഇട്ട് കൊടുക്കുന്നതാണ്. അങ്ങനെ ഭൂമിയിൽ ജനങ്ങളുടെ അടുക്കൽ ഇഷ്ടപ്പെട്ട ആളായി മാറുന്നതാണ് എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ സംഭവം ഈ സഹൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസിലൂടെ, മുസ്ലിമിൽ പൊടിച്ചിരുന്നതായ ഹദീസിലൂടെ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസിൽ നിന്നിട്ട് അള്ളാഹുവിന്റെ ഉദ്, അള്ളാഹുവിന്റെ മഹബത്ത് ഭൂമിയിൽ ഷിട്ടികളിൽ ഒരു വ്യക്തിയോട് ഉണ്ടാവേണമെങ്കിൽ അത് ഉണ്ടാവുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആകാശത്തിലേക്ക് ആ മഹബത്ത് കയറുന്നു. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം സ്നേഹിക്കുന്നു, പിന്നെ ജിബ്രീലിനോട് സ്നേഹിക്കാൻ പറയുന്നു, പിന്നെ ജിബ്രീൽ മലക്കോട് സ്നേഹിക്കാൻ പറയുന്നു. എന്താണ് ആ സ്റ്റാൻഡേർഡ്? എന്താണ് ആ ബഹുമതി? അതൊക്കെ തൊള്ള കൊണ്ട് പറയുമ്പോൾ അതിന്റെ കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. ആ ആകാശത്തിൽ ജീവിക്കുന്ന കോടാന 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 അറ്റമില്ലാ കോടി മലക്കുകൾ ആ വ്യക്തിയുടെ പേര് പറയുമ്പോൾ അവിടെയാണ് നമുക്ക് അതിന്റെ ബഹുമതിയും അതിന്റെ പ്രത്യേകതയും അതിനുള്ളതായ ഗൗരവവും മനസ്സിലാക്കാൻ സാധിക്കുക. ഈ ഉദ് അത് അള്ളാഹുവിന്റെ ഉദ്ദിലൂടെ വരുന്നതാണ്. ആ ഉദ് നമുക്ക് ലഭിക്കാൻ, നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു ഞാൻ ഓതി വെച്ചത് ആയത്തിൽ ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ചവർ, അതനുസരിച്ചിട്ട് സൽക്കർമ്മം ചെയ്തവർ, സയജഅലു ലഹുമുർ റഹ്മാനു ഉദ്ദ, അവർക്ക് നാം എന്റെ ഉദ്ദിനെ, റഹ്മാനായ റബ്ബ് അവർക്ക് അവന്റെ ഉദ്ദിനെ അവന് സ്ഥാപിച്ചു കൊടുക്കും, അവർക്ക് നൽകുകയും ചെയ്യുമെന്ന് റബ്ബുൽ ഇസ്സത്ത് ഖുർആനിലൂടെ പറഞ്ഞതായ ആ വാക്കിന് ഇരയായവരായി, ആ വാക്കിൽ ഉൾക്കൊള്ളുന്നവരായി മാറാൻ വേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
ഉണ്ടാകട്ടെ. അതെ, അള്ളാഹുവിന്റെ ഉദ്, അവന്റെ മഹബത്ത് നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മഹബത്ത് ഉണ്ടാകുന്നതിന്റെ റിസൾട്ടായിട്ട് ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെല്ലാവരും അദ്ദേഹത്തിനെ സ്നേഹിക്കും. മരിക്കുന്ന സന്ദർഭത്തിൽ മലക്കുകൾ അദ്ദേഹത്തെ സ്നേഹിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടത് ചെയ്യാൻ വേണ്ടി അവരുടെ പരിസരത്തിലേക്ക് വരും. മരണപ്പെടുന്ന സന്ദർഭത്തിൽ സന്തോഷവാർത്ത നൽകും. പേടിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. കഴിഞ്ഞ ക്ലാസ് നാം വിശദീകരിച്ചതുപോലെ അങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഖബർ വിശാലപ്പെടുത്തും. അവിടെയും മലക്ക് വരും. എന്നിട്ട് അവനോട് ഞാൻ നീ ചെയ്തതായ അമലാണെന്ന് പറയും. മനുഷ്യന്റെ കോലത്തിൽ ഒരാൾ വന്നിട്ട് പറയുന്നതാണ്, ഞാൻ നിന്റെ സാലിഹായ അമലാണ്, നിനക്ക് നിന്റെ കൂടെ എപ്പോഴും ഇവിടെ നിൽക്കുമെന്ന്. അവിടെ അള്ളാഹുന്റെ ഭാഗത്തിൽ നിന്നിട്ട് അനുഗ്രഹീത മലക്കുകൾ ഇറങ്ങിയും കൊണ്ട് അവന്റെ ഖബറിനെ വിശാലപ്പെടുത്താൻ വേണ്ടി അള്ളാഹുന്റെ കൽപ്പന വരും. അങ്ങനെ അവരുടെ അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കപ്പെടും. എന്നിട്ട് മഹ്ശറിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ മഹ്ശറിലും അവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിക്കും, ആദരിക്കും. അവന്റെ ഉദ്ദിന് ഇരയായതുകൊണ്ട് തന്നെ ഇന്നല്ലദീന സബഖത് ലഹും മിന്നൽ ഹുസ്ന, നാം പണ്ട് തന്നെ സ്വർഗ്ഗവാസി ആവണമെന്ന് തീരുമാനിച്ച വിഭാഗത്തിന്റെ പ്രത്യേകത അള്ളാഹു പറയുകയാണ്. നമ്മുടെ ഹുസ്ന മുൻകടന്നതായ വിഭാഗം ഉലൈക അൻഹാ മുബഅദൂൻ, നരക അഗ്നിയിൽ നിന്നിട്ട് അവർ ദൂരപ്പെട്ടവരാണ്, ശിക്ഷയിൽ നിന്നിട്ട് ദൂരപ്പെട്ടവരാണ്, അപകടത്തിൽ നിന്നിട്ട് ദൂരപ്പെട്ടവരാണ്. ലാ യസ്മഊന ഹസീസഹ, അതിന്റെ ഒരു ശബ്ദമോ ഒരു കോലാഹലമോ ഒന്നും തന്നെ അവർ കേൾക്കുക തന്നെ ഇല്ല, അറിയുകയില്ല, കേൾക്കുകയില്ല. വഹും ഫീ മസ്തഹത അൻഫുസുഹും ഖാലിദൂൻ, അവർ എന്താണ് ഇഷ്ടപ്പെടുന്നത്, എന്താണ് ഇച്ഛിക്കുന്നത്, അത് ആസ്വദിച്ച് സ്വർഗ്ഗലോകത്തിൽ ജീവിക്കുന്നവരാണ് അവര്. ലാ യഹ്സനുഹുൽ ഫസഉൽ അക്ബർ, ആ പരലോകമാകുന്ന മഹ്ശറ വൻസഭയാകുന്ന ഫസഉൽ അക്ബർ എന്ന് എല്ലാവരും ഞെട്ടുന്ന, എല്ലാവരും പ്രയാസപ്പെടുന്നതായ ആ ഫസഉൽ അക്ബറിൽ അവർക്ക് യാതൊരു ദുഃഖം ഉണ്ടാവുന്നതല്ല. അനുഗ്രഹീത മലക്കുകൾ അവരെ കാണുകയും അവരെ കണ്ടുമുട്ടുകയും അവർക്ക് സന്തോഷവാർത്ത നൽകുകയും സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലുഹാ ഖാലിദൂൻ, നിങ്ങൾക്ക് അനുഗ്രഹം, നിങ്ങൾക്ക് സലാം, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ആ വദൂദാണ് എന്ന വസ്ഫിന്റെ ആ പരിപൂർണത അവിടെ കുറിക്കപ്പെട്ടു. അവർ അത് കാണുകയും ചെയ്തു, അത് ആസ്വദിക്കുകയും ചെയ്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയാൻ മാത്രമുള്ളതായ ആ ഒരുമിച്ച് കൂടൽ, ആ വിജയം, ആ സമ്പാദ്യം, ആ നേട്ടം, ആ രമ്യഹർമ്മ്യം, ആ പൂന്തോപ്പുകൾ, ആ കൊട്ടാരങ്ങൾ, ആ ഹുറുലീങ്ങൾ, ഇതെല്ലാം അവന് ആസ്വദിച്ചുകൊണ്ട് ഇരിക്കാൻ ലഭിക്കുകയും ചെയ്യും. അതാണ് അള്ളാഹുവിന്റെ മവദ്ദത്തിലൂടെ അള്ളാഹുവിനെ ഒരാൾ സ്നേഹിക്കേണ്ടത് പോലെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കാതെ അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് അള്ളാഹിനെ മാത്രം സ്നേഹിച്ച് അള്ളാഹുവിനെ മാത്രം സ്നേഹിക്കേണ്ടതുപോലെ ആരാധനയാകുന്ന സ്നേഹം സ്നേഹിച്ച് അള്ളാഹുവിന് മാത്രം ചെയ്യേണ്ടതായ എല്ലാ ആരാധനയുടെ ഇനങ്ങൾ സമർപ്പിച്ച് ഖാലിസൻ ലിവജ്ഹിഹിൽ കരീം, അവന് മാത്രം 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 എന്നത് സ്ഥാപിച്ചുകൊണ്ട് ജീവിക്കുന്നതായ മനുഷ്യൻ, അവന് ലഭിക്കുന്നതായ ഉദ്, അതുകൊണ്ടുള്ള റിസൾട്ട്, അതിനുള്ള പ്രത്യേകതയാണ് നിങ്ങൾ ഈ കേട്ടത്. ഇത് ഇനിയും ധാരാളം നീട്ടിപ്പറയേണ്ട വിഷയമാണ്. എങ്കിലും മക്ക ഇമാമ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമ്മുടെ സമയം ഇപ്പോൾ അതിക്രമിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മദീന ഇമാമ് ഇന്ന് ചർച്ച ചെയ്തത് വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ നഫ്സിൽ നിന്നിട്ട് തന്നെ, നിങ്ങളുടെ ശരീരത്തിൽ നിന്നിട്ട് തന്നെ നിങ്ങൾക്ക് അല്ലാഹു ഇണകളെ ഉണ്ടാക്കി തന്ന്. എന്തിനാണ്? ആ ഇണകളെ കാണുമ്പോൾ നിങ്ങൾക്ക് ആസ്വദിക്കുവാനും നിങ്ങൾക്ക് സമാധാനിക്കുവാനും നിങ്ങൾക്ക് ശാന്തി ഉണ്ടാക്കുവാനും നിങ്ങൾക്ക് നല്ല ജീവിതം കൈവരുത്തുവാനും നിങ്ങൾക്ക് മവദ്ദത്തോട് കൂടി ജീവിക്കുവാനും നിങ്ങൾ സ്നേഹബന്ധം സ്ഥാപിക്കുവാനും നിങ്ങൾ നല്ല ഭാര്യ ഭർത്തൃ ബന്ധം സ്ഥാപിക്കുവാനും വേണ്ടിയാണ്. അസ്കിനൂഹുന്ന മിൻ ഹൈസു സകൻതും മിൻ വുജ്ദികും വലാ തുദാറൂഹുന്ന ലിതുളയ്യിഖു അലൈഹിന്ന, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നിങ്ങൾക്ക് എങ്ങനെയെല്ലാം അവരെ താമസിപ്പിക്കാൻ, എങ്ങനെയെല്ലാം അവർക്ക് താമസ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നുവോ അതുപോലെ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ അവരെ ദ്രോഹിക്കരുത്, നിങ്ങൾ അവരെ മർദ്ദിക്കരുത്, നിങ്ങൾ അവരെ പ്രയാസപ്പെടുത്തരുത്. അതുപോലെ ലാ യഫറഖു മുഅ്മിനു മുഅ്മിനൻ ഇൻ കരിഹ മിന്നാ ഖുലുഖുൻ റദിയ മിന്നഹാ ആഖർ, ഒരു സഹോദരൻ, ഒരു മനുഷ്യൻ അവന്റെ ഭാര്യയെ വെറുക്കരുത്, അറുക്കരുത്, പ്രയാസപ്പെടുത്തരുത്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആണും പെണ്ണും അങ്ങും ഇങ്ങും വെറുക്കുന്ന കാര്യം കണ്ടാൽ അവൻ ഓർക്കേണ്ടതാണ് അവരുടെ ഇടയിൽ മുമ്പുണ്ടായിരുന്നതായ സ്നേഹബന്ധത്തെക്കുറിച്ച്, നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ച്. ലാ തൻസൗൽ ഫളല ബൈനക്കും, നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നതായ നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല സംഭവങ്ങൾ, നല്ല നല്ല പെരുമാറ്റങ്ങൾ നിങ്ങൾ ഓരോരുത്തരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അവകൾ ഓർത്തു കഴിഞ്ഞാൽ തൽക്കാലം അപ്പോൾ ഉണ്ടായതായ പ്രയാസത്തെ നിങ്ങൾക്ക് ദൂരപ്പെടുത്തുവാനും അത് മറക്കുവാനും അതിന് പ്രതിവിധി കണ്ടെത്തുവാനും നിങ്ങളെ അത് സഹായിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും പോലെ. മദീന ഇമാമ് നീട്ടി വലിച്ച് പറഞ്ഞ വിഷയമാണെങ്കിലും ഷോർട്ടായിട്ട് ഞാൻ പറയുകയാണ്. ഒരു സിവാജ് എന്ന് പറഞ്ഞാൽ, ഒരാൾ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് ബാധ്യതയാണ്, അത് മസ്ഊലിയത്താണ്. അത് മസ്ഊലിയത്തായത് കൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ചത് നിങ്ങൾ ഫദ്ഫർ ബിദാത്തി ദീൻ, ദീനിലുള്ളവരെ തെരഞ്ഞെടുക്കുക. ദീനിലുള്ളവരെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സആദത്ത്, നിങ്ങളുടെ ഭാര്യ ഭർത്തൃ ജീവിതത്തിലുള്ളതായ വിജയം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ അത്
വളരെ സഹായിക്കുന്ന ഭാഗമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇഖ്താറു ലിനുതഫിക്കും, നിങ്ങൾക്ക് ഭാര്യമാരായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് നിങ്ങൾ ഏത് ഗർഭാശയത്തിന്റെ ഉടമയാണ്, നിങ്ങൾ ഏത് ഗർഭാശയത്തിലേക്കാണ് നിങ്ങൾ നുത്ഫത്തിനെ നിങ്ങൾ ചേർക്കേണ്ടത്, അത് നിങ്ങൾ തെരഞ്ഞെടുത്ത സെലക്ട് ചെയ്ത ദീനുള്ളവരുടെ ഗർഭാശയമായിരിക്കണം, അങ്ങനെയുള്ളതായ പെണ്ണിനെയായിരിക്കണം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ആസ്വാദ്യകരമായ, നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ കുട്ടികളുടെ ജീവിതവുമെല്ലാം ആസ്വാദ്യകരമായ ജീവിതമാക്കി മാറ്റാൻ അത് നിങ്ങളെ പ്രേരിപ്പിക്കുന്നതാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ അൽ ഖബീസാത്തു ലിൽ ഖബീസീന വൽ ഖബീസൂന ലിൽ ഖബീസാത്ത്, വടക്ക് പുരുഷന്മാർ വടക്ക് സ്ത്രീകൾക്കുള്ളതാണ്, അല്ലെങ്കിൽ വടക്ക് സ്ത്രീകൾ വടക്ക് പുരുഷന്മാർക്കുള്ളതാണ്, നല്ല സ്ത്രീകൾ നല്ല പുരുഷന്മാർക്കുള്ളതാണ്. അപ്പോൾ നല്ലവരായി മാറാൻ, നല്ലവരെ സെലക്ട് ചെയ്യാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഏതായാലും മദീന ഇമാമ് ഇന്ന് ഊന്നി പറഞ്ഞ വിഷയം അത് തലാഖായിരുന്നു. അതിനു മുമ്പ് ഒരു മുഖവരിയായിട്ടാണ് കല്യാണ കാര്യം പറഞ്ഞത്. ഏതായാലും തലാഖിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഈ നിക്കാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു ഖുർആനിൽ മീസാഖൻ ഗലീള എന്നാണ് ആ ഉടമ്പടിയെ കുറിച്ച് പറഞ്ഞത്. മഹാ അഗ്രിമെന്റ് ആണ് നാം നമ്മുടെ ഭാര്യമാരുമായിട്ട് നടത്തിയിട്ടുള്ളത്. നാം ആ ഭാര്യമാരുമായി നടത്താൻ വേണ്ടിയിട്ട് ഒലിഗിനെ ഹാജരാക്കി, അതുപോലെ തന്നെ ഷാഹിദീങ്ങളെ ഹാജരാക്കി. എന്തിനു വേണ്ടിയാണ്? മീസാഖ് ഗലീള ആയതുകൊണ്ട് തന്നെ വളരെ കെടുകട്ടിയുള്ളതായ ഒരു അഗ്രിമെന്റ് ആയിരുന്നു അത്. അങ്ങനെയുള്ള അഗ്രിമെന്റിനെ പെട്ടെന്ന് പൊട്ടിക്കാനും പെട്ടെന്ന് തകർത്താനും ഒരിക്കലും നിങ്ങളുടെ പ്രവർത്തനം നിങ്ങളെ അതിലേക്ക് നിങ്ങളെ നയിക്കരുത്. മറിച്ച് തലാഖ് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ശ്രദ്ധിക്കേണ്ടത്. തലാഖ് ഇസ്ലാമിൽ ശർആണെങ്കിലും അത് ഏറ്റവും അറുപ്പും വെറുപ്പുള്ള ഒരു കാര്യമാണ് ആവശ്യമില്ലാത്ത സന്ദർഭങ്ങളിൽ. അതുകൊണ്ട് അങ്ങനെയുള്ളതായ തലാഖിലേക്ക് ജനങ്ങൾ എത്താതിരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തികളോട് കൽപ്പിച്ചതായ കൽപ്പനകളിൽ പെട്ടതാണ് വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന ഫഇദൂഹുന്ന വഹ്ജുറുഹുന്ന ഫിൽ മളാജിഇ വദ്രിബൂഹുന്ന എന്ന് അല്ലാഹു പറയുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുമായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ, എന്തെങ്കിലും ഒരസലുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വേണം? ആ സന്ദർഭത്തിൽ നിങ്ങൾ അവരെ ഉപദേശിക്കുക, അവരെ നിർദ്ദേശിക്കുക, അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക, അവരെ നന്നാക്കാൻ വേണ്ടി ആ കുഴപ്പം നിങ്ങളുടെ ഇടയിൽ ഉണ്ടായതായ ആ കാരണം മാറ്റാൻ വേണ്ടി നിങ്ങൾ ശരിക്ക് ഉപദേശത്തിലൂടെ പരിശ്രമിക്കുക. ഇനി അവർ കൂട്ടാക്കിയില്ലെങ്കിൽ എന്ത് വേണം? നിങ്ങൾ അവർ വെറുത്തു നിൽക്കുക, ഒന്നിരിക്കലോ വിരിപ്പലോ അല്ലെങ്കിൽ വീട്ടിലോ വെറുത്തു നിൽക്കുക. അങ്ങനെ അതിനും കൂട്ടാക്കിയില്ല, അവര് നിങ്ങളുടെ വാക്ക് പാലിക്കാതെ തന്നെ, വാക്ക് ധിക്കരിച്ചുകൊണ്ട് തന്നെ ജീവിക്കുകയാണെങ്കിൽ അവർക്ക് പാഠം പഠിപ്പിക്കാൻ വേണ്ടി അവരെ പരിക്കേൽപ്പിക്കാത്ത രൂപത്തിലും മുഖത്തിലാവാത്ത രൂപത്തിലും അവരെ നിങ്ങൾ അടിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കൽപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ വഇൻ ഖിഫ്തും ശിഖാഖ ബൈനിഹിമാ, നിങ്ങൾ പരസ്പരം വല്ല പ്രയാസം ഇടയിൽ ഉണ്ടാകുമെന്ന് പേടിച്ചാൽ, അഥവാ വെക്കാണം ഉണ്ടാവുമെന്ന് പേടിച്ചാൽ, യോജിപ്പുണ്ടാവാൻ സാധ്യതയില്ല എന്ന് കണ്ടാൽ എന്ത് വേണം? നിങ്ങൾ അവരുടെ കുടുംബത്തിൽ നിന്നിട്ട്, നിങ്ങളുടെ ഭാര്യയുടെ കുടുംബത്തിൽ നിന്നിട്ട് ചിലര്, നിങ്ങളുടെ ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്നിട്ട് ചിലര് അങ്ങും ഇങ്ങും ഒരുമിച്ച് കൂടി ഇരുന്നിട്ട് അതിന്റെ പ്രതിവിധി കണ്ടെത്താൻ വേണ്ടി പാടുപെടേണ്ടതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ഘട്ടത്തെ കുറിച്ച് പറയുകയുണ്ടായി. മറ്റൊരിടത്ത് അല്ലാഹു പറയുന്നു, നിങ്ങളുടെ ഭാര്യമാരുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവുമായിട്ട് നിങ്ങൾ പിണങ്ങുന്ന സന്ദർഭത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അവരുമായിട്ട് ഒത്തുപോകാൻ പറ്റുന്നില്ല എന്ന് കണ്ടാൽ നിങ്ങൾ പരസ്പരം സുൽഹാക്കാൻ വേണ്ടി പാടുപെടേണ്ടതാണ്, സുൽഹാക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. അതിന്റെ ഘട്ടങ്ങളൊക്കെ ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ വിശദീകരിക്കാൻ സമയമില്ല. ആ ഘട്ടങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ആ സുൽഹിന് വേണ്ടി പരിശ്രമിക്കേണ്ടത്. എന്നിട്ട് അല്ലാഹു പറയുകയാണ് നിങ്ങൾ നന്നാവുക എന്നത്, നിങ്ങൾ പരസ്പരം യോജിച്ച് മുന്നോട്ട് പോവുക എന്നത്, അതാണ് ഖൈർ, അതാണ് ഉത്തമമായ രീതി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഫുർഖാൻ അലീമിൽ പറയുകയാണ്. അപ്പോൾ ആ രൂപത്തിൽ സംസാരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മദീന ഇമാമ് സൂചിപ്പിച്ചിരുന്ന പ്രസംഗത്തിന്റെ മധ്യത്തിലും തുടക്കത്തിലും ഒക്കെ ആയിട്ട് സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളുടെ കാര്യത്തിൽ ഖൈർ നിങ്ങൾ ഉസീത്ത് ചെയ്യുകയാണ് റസൂല്. അതും അറഫയിൽ വെച്ചിട്ട് ലോകത്തോട് വിട വാങ്ങുന്നതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ അവസാനത്തെ ഹജ്ജത്തുൽ വദാ എന്ന ഹജ്ജിൽ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒത്തഖുല്ലാഹ ഫിന്നിസാ, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയുണ്ടായി. നിങ്ങൾ അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് നിങ്ങൾ അഗ്രിമെന്റ് ചെയ്തിട്ടാണ്, അല്ലാഹുവിന്റെ കലിമയിൽ കൂടിയാണ് അവരെ നിങ്ങൾക്ക് അല്ലാഹു ഹലാലാക്കി തന്നത്. അതുകൊണ്ട് അവരെ നിങ്ങൾ ബഹുമാനിക്കേണ്ടതും ആദരിക്കേണ്ടതുപോലെ ആദരിക്കേണ്ടതും അവർ നിങ്ങളുടെ ഇടയിൽ അറസ്റ്റിലാണ് എന്ന പദമാണ് റസൂൽ ഉപയോഗിച്ചത്. അസീറാത്ത് എന്നാണ്
അവര് നിങ്ങളുടെ കീഴിൽ, നിങ്ങളുടെ കസ്റ്റഡിയിൽ അവർ ജീവിക്കുന്നവരാണ്. അവര് നിങ്ങളെ പുരുഷന്മാരെ പോലെയല്ല സ്ത്രീകൾ, അവര് ശേഷികെട്ടവരാണ്, അവർ കഴിവില്ലാത്തവരാണ് ആപേക്ഷികമായിട്ട്. എന്നതുകൊണ്ട് തന്നെ ആ കഴിവില്ലായ്മയെ നിങ്ങൾ ഉപയോഗപ്പെടുത്തരുത്. മറിച്ച് ആ കഴിവില്ലായ്മ മനസ്സിലാക്കിയിട്ട് അവരെ നിങ്ങൾ സ്നേഹിക്കുകയും അവർക്ക് ചെയ്യേണ്ടതായ ആ ഒത്താശകൾ ചെയ്തു കൊടുക്കുകയും അവരോട് നല്ല രൂപത്തിൽ പെരുമാറുകയും ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലി വഅന ഖൈറുക്കും ലിഅഹ്ലി എന്ന് റസൂൽ പറയുന്നു. നിങ്ങളിൽ ഉത്തമരാരാണ്? അവന്റെ കുടുംബത്തോട് നന്നായി പെരുമാറുന്ന ആളാണ്, അവന്റെ ഭാര്യമാരോട് നന്നായി പെരുമാറുന്ന ആളാണ്. ഞാൻ എന്റെ ഭാര്യമാരോട് നന്നായി പെരുമാറുന്ന ആളായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇതൊക്കെ നാം മനസ്സിലാക്കുമ്പോൾ മക്ക ഇമാമ് തലാഖിനെ കുറിച്ച് പറയുമ്പോൾ അത് ശർഈയായ കാരണത്തിലൂടെയല്ലാതെ തലാഖിന് വേണ്ടി ദുരിയരുത്. തലാഖ് എന്ന പദം തന്നെ തൊള്ളയിൽ വന്നു പോകരുത്. അത് വന്നു പോകാതിരിക്കാൻ വേണ്ടി പാടുപെടേണ്ടതാണ്. തലാഖ് കൊണ്ട് പന്താടുകയും ചെയ്യരുത്. കളിക്കാനുള്ളതല്ല തലാഖ്. എന്ത് ചെറിയ ചെറിയ ഉപ്പ് കുറഞ്ഞാലോ ഉപ്പ് കൂടിയാലോ വല്ല ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെയെല്ലാം തലാഖ് ഉപയോഗിക്കുന്നതായ ശൈലി പല അറിവില്ലാത്തതായ പുരുഷന്മാരിൽ നിന്നിട്ട് ഉടലെടുക്കാറുണ്ട്. അങ്ങനെയുള്ളതായ തെറ്റായ ഭാഗങ്ങളിലേക്ക് പുരുഷന്മാരെ സമീപനത്തിൽ നീങ്ങരുത്. സ്ത്രീകൾ സ്ത്രീകളാണ് എന്ന് മനസ്സിലാക്കണം. അവർ തമ്മിൽ ജീവിച്ചിരുന്നതായ കാലഘട്ടത്തിൽ നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നതായ നല്ല നല്ല സ്നേഹബന്ധം പ്രകടിപ്പിച്ച കാലഘട്ടങ്ങൾ വിട്ടുകിടന്നിരുന്നു. അതും നാം ഓർത്തുകൊണ്ട് ഇരിക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അലൈക്കും ഹഖ്ഖൽ ദഈഫൈൻ, രണ്ട് ശേഷികെട്ടവരുടെ കാര്യത്തിൽ നിങ്ങളെ ഞാൻ ഉണർത്തുകയാണ്. അവരുടെ പ്രശ്നം പരിഹരിക്കുന്ന കാര്യത്തിൽ, അവരെ സഹായിക്കുന്ന കാര്യത്തിൽ, അവരുടെ കൂടെ നിൽക്കുന്ന കാര്യത്തിൽ. ഏതാണ് രണ്ട് ദഈഫ്? ഒന്ന് യതീം, ഒന്ന് പെണ്ണ് നിങ്ങളുടെ ഭാര്യ, അതുപോലെ തന്നെ യതീം. അവരെ സംരക്ഷിക്കണമെന്നും അവർ ശേഷികെട്ടവരാണെന്നും നിങ്ങളാണ് അവരുടെ നേതൃത്വം വഹിക്കേണ്ടവര്, നിങ്ങളാണ് അവരുടെ കാര്യകർത്തങ്ങൾ ഏറ്റെടുക്കേണ്ടവര്, നിങ്ങളാണ് അവരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഭാര്യമാരുടെ കാര്യത്തിൽ അവരുടെ കൂടെ നിൽക്കേണ്ടവര്. അതുകൊണ്ട് നിങ്ങൾ അവിടെ തലാഖിനെ തുടക്കത്തിൽ തന്നെ ചിന്തിക്കാൻ പാടുള്ളതല്ല എന്ന രൂപത്തിലാണ് മദീന ഇമാം ഉണർത്തിയത്. അപ്പോൾ തലാഖ് നിർബന്ധമായി വന്നാൽ തന്നെ അള്ളാഹു പറഞ്ഞു, നിർബന്ധിതാവസ്ഥയിൽ തലാഖ് അല്ലാതെ മറ്റു ഹുലൂലില്ല, മറ്റു ഒരു നിലക്കും പരിഹാരമില്ല, തലാഖിൽ തന്നെ എത്തേണ്ടി വരും എന്ന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്താണ് അള്ളാഹു പറയുന്നത്? നല്ല രൂപത്തിൽ അവരുമായിട്ട് വിട്ടുപിരിയണം. നല്ല രൂപത്തിൽ നന്മയോടുകൂടി, ദ്രോഹിക്കാതെ നിലക്ക്, മർദ്ദിക്കാതെ നിലക്ക്, അവകാശങ്ങൾ അങ്ങും ഇങ്ങും കൊടുക്കേണ്ടതായ കാര്യത്തിൽ വീഴ്ച വരുത്താതെ നിലക്ക് അവരുമായി വിട്ടുപിരിയാൻ പരിശ്രമിക്കണം. അപ്പോൾ ഇംസാക്കും ബിമഅറൂഫ്, മഅറൂഫോട് കൂടി അവരോട് കൂടി തന്നെ ഇടകലറുകയും അവരോട് കൂടി തന്നെ തുറന്നു പോകാൻ വേണ്ടി പരിശ്രമിക്കുകയും, അല്ലെങ്കിൽ തസ്രീഹം ബിഇഹ്സാൻ, നന്മ ചെയ്തുകൊണ്ട് അവരോട് വിട്ടുപിരിയാൻ പരിശ്രമിക്കുകയും വേണം. അപ്പോൾ തലാഖ് ചെല്ലുകയാണെങ്കിൽ തന്നെ അത് രണ്ട് ഭാഗത്തും പ്രശ്നമായി മാറുന്ന രൂപത്തിലും അതുപോലെ തന്നെ പ്രയാസമാകുന്ന രൂപത്തിലുമായി മാറാതെ ഇഹ്സാനോടുകൂടിയായിരിക്കണം തലാഖ് ചെല്ലേണ്ടത് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആൻ അലീമിൽ തലാഖിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല തലാഖ് സംഭവിച്ചാൽ തന്നെ ഒന്നിച്ചിട്ട് 3 തലാഖ് ചെല്ലാൻ പാടില്ല. മറിച്ച് തലാഖ് മറത്താൻ, 2 ഘട്ടമായിട്ടാണ് പറയേണ്ടത്. ആദ്യം തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹ് തന്നെ ഖുർആൻ പറയുന്നു, 3 തുഹ്റോ അല്ലെങ്കിൽ ഹൈലോ വിട്ട് കഴിയുന്നത് വരെ കാത്തിരിക്കുക. ആ കാത്തിരിക്കുന്ന സന്ദർഭത്തിൽ അവള് വീട്ടിൽ നിന്നിട്ട് പുറത്താകരുത്, അവള് വീട്ടിൽ നിന്ന് പുറത്ത് പോവുകയും ചെയ്യരുത്, അവളെ വീട്ടിൽ നിന്നിട്ട് പുറത്താക്കരുത്. എന്തിനു വേണ്ടിയാണ്? ആ 3 മാസത്തിനിടയിൽ 2 പേർക്കും മടങ്ങണമെന്ന് തോന്നാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് അവിടെ പുറത്താക്കാതിരിക്കാൻ വേണ്ടി കൽപ്പിക്കുകയുണ്ടായി. അങ്ങനെ ഘട്ടങ്ങളായിട്ട് തലാഖ് ചെല്ലല്ലാതെ പെട്ടെന്ന് ഒരടിക്ക് തലാഖ് പാസാക്കുന്ന ആ പദ്ധതി ഒഴിവാക്കണം, നിർത്തണമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചതുപോലെ, ഖുർആൻ പഠിപ്പിച്ചതുപോലെ ഇന്നും മദീന ഇമാം ശക്തിയായ രൂപത്തിൽ, ശക്തിയായ ശൈലിയിൽ അത് ശ്രോതാക്കളോട് ഉണർത്തുകയുണ്ടായി. അതെ, നിങ്ങളുടെ ഭർത്താവാണ്, നിങ്ങൾ അഥവാ മടങ്ങുകയാണെങ്കിൽ മടങ്ങാൻ അർഹപ്പെട്ടതായ വ്യക്തി, നിങ്ങളുടെ കൂടെ കൊല്ലങ്ങൾ വർഷങ്ങൾ ജീവിച്ച വ്യക്തിയിലേക്കാണ് നിങ്ങൾ മടങ്ങാൻ വേണ്ടി പരിശ്രമിക്കേണ്ടത്. അതുകൊണ്ട് ആ പരിശ്രമിക്കാൻ വേണ്ടി തന്നെ അവരുടെ വീട്ടിൽ നിന്നിട്ട് പുറത്തു പോകാതിരിക്കുവാനും നിങ്ങൾ അവരെ പുറത്താക്കാതിരിക്കുവാനും നിങ്ങൾക്ക് പരിശ്രമിക്കണമെന്ന് പെണ്ണിനോടും ആണിനോടും ഖുർആൻ കൽപ്പിച്ചതായ ഭാഗം ഇവിടെ ശ്രദ്ധേയമാണ്. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ അറാദു ഇസ്ലാഹ വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്, അവർ നന്മ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതാണ് ഉത്തമമായ രീതി. വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്, ഓരോ പുരുഷനും ഓരോ സ്ത്രീ മനസ്സിലാക്കണം, തമ്മിൽ ഓരോരുത്തരും ചെയ്യേണ്ടതായ അവകാശമുണ്ട്. ആ അവകാശത്തിൽ വീഴ്ച വരുത്താൻ പാടുള്ളതല്ല. അതെല്ലാം എന്താണെന്ന് പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി ഭാര്യ ഭർത്തൃ ബന്ധം നല്ല രൂപത്തിൽ ഭദ്രതയോടുകൂട്ടി കെട്ടിപ്പടുത്തുവാനും ആ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനുമാണ് പരിശ്രമിക്കേണ്ടത്. അതെ, ധൃതി കൂട്ടരുത് തലാഖിന്റെ കാര്യത്തിൽ എന്ന് മദീന ഇമാം ഊന്നി പറയുകയുണ്ടായി. ധൃതി കൂട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് 3 തലാഖും പോയി എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് എന്താണ്? വീട് തകർന്നു, കുടുംബം തകർന്നു, ചർച്ച ബന്ധം തകർന്നു, അവിടെ നമ്മുടെ കുട്ടികൾ വഹിയത്തായി മാറി, കുട്ടികൾ
അവർക്ക് അവരുടെ ഭാവി നഷ്ടപ്പെട്ടു, അവർക്ക് പ്രയാസമുണ്ടായി. അങ്ങനെ അതുപോലെ തന്നെ പല രൂപത്തിലും കഷ്ടത്തോട് കഷ്ടം, പ്രയാസത്തോട് പ്രയാസം, പെട്ടെന്ന് തലാഖ് സംഭവിക്കുമ്പോൾ അങ്ങനെയുള്ളതായ തലാഖ് നമ്മൾ നിന്നിട്ട് ഉണ്ടാവാൻ പാടുള്ളതല്ല. അഥവാ നിർബന്ധിതാവസ്ഥയിൽ തലാഖ് വന്നു പോവുകയാണെങ്കിൽ തന്നെ ആ ഖുർആൻ പറഞ്ഞ ലൈൻ അനുസരിച്ച്, രീതി അനുസരിച്ച്, ഘട്ടമനുസരിച്ച് ആയിരിക്കണം ചെയ്യേണ്ടത് എന്ന് മദീന ഇമാം പ്രത്യേകം ഉണർത്തുകയുണ്ടായി. ഇതെല്ലാം ഇന്ന് ചർച്ച ചെയ്തതായ വിഷയത്തിൽ നിന്നിട്ട് ചില ഭാഗമായിരുന്നു. അതുകൊണ്ട് നാം ഭാര്യ ഭർത്തൃ ബന്ധം പുലർത്തുന്ന സന്ദർഭത്തിൽ വളരെ നന്നായി കല്യാണം കഴിക്കലല്ലാത്ത ബിസിനസ് പോലോത്ത, വ്യാപാരങ്ങൾ പോലോത്ത, കൃഷി പോലോത്ത, തിജാറത്ത് പോലോത്ത അത്തരം കാര്യങ്ങളൊക്കെ പഠിച്ച് ചെയ്യാറുള്ളത് പോലെ ഒരാൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാലും ഭാര്യയാവട്ടെ ഭർത്താവട്ടെ ശരിക്ക് അവകാശങ്ങൾ പരസ്പരം എന്താണെന്ന് അറിഞ്ഞ് കണ്ട് മനസ്സിലാക്കി, പഠിച്ച് മനസ്സിലാക്കി എന്നിട്ടാണ് അത്തരം കാര്യങ്ങൾ കടക്കാൻ വേണ്ടി ഒരുങ്ങേണ്ടതും തയ്യാറാവേണ്ടതും. എന്തുകൊണ്ട് ശരിക്ക് പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി ഓരോരുത്തരെയും അവകാശം അറിഞ്ഞു കഴിഞ്ഞാൽ ഖുർആൻ എന്ത് പറയുന്നു, റസൂൽ എന്ത് പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു ഭാര്യമാരോട് പെരുമാറിയത്, ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവന് ഭാര്യ ഭർത്തൃ ബന്ധം നല്ല സുഖലോലുപരായിട്ട് സന്തോഷമുള്ളതായ ജീവിതമാക്കി മുന്നോട്ട് തള്ളിക്കൊണ്ടുപോകാൻ സാധിക്കുന്നതും തലാഖ് ഇല്ലാത്ത രൂപത്തിൽ തന്നെ ഭദ്രതയോടുകൂടി കുട്ടികൾക്കുള്ള മദ്രസയാക്കി, കുട്ടികൾക്കുള്ളതായ കോളേജാക്കി, കുട്ടികൾക്കുള്ളതായ ഭാവിയിൽ അവര് നല്ല രൂപത്തിൽ വളരാനുള്ളതായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി, ഇനി ചിട്ടകൾ ഉൾക്കൊള്ളുന്നവരായി വളരാനുള്ളതായ ചുറ്റുപാടും അന്തരീക്ഷവും ഭാര്യ ഭർത്തൃബന്ധം നന്നായി കഴിഞ്ഞാൽ ഉണ്ടാകുന്നതാണ് എന്നതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ പരിശ്രമിക്കാൻ വേണ്ടി പാടുപെടണമെന്ന് മദീന ഇമാം പറയുകയുണ്ടായി. ഇതുവരെ നാം പറഞ്ഞതിനെ നമ്മിൽ നിന്നിട്ടൊരു സൽക്കർമ്മമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മളോട് കൊണ്ട് വസീയത്തിയവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കട്ടെ. അവരിൽ നിന്നിട്ട് ഈ നാട്ടിലേക്ക് വരാൻ, മദീനയിലേക്ക് വരാൻ, മക്കയിലേക്ക് വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചവർക്ക്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ പലരുമുണ്ട്. അവർക്കെല്ലാം ഇവിടെ വരുവാനും സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും ദീർഘായുസ്സും ആരോഗ്യവും തൗഫീഖും അള്ളാഹു നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.